ഹദീസിൽ കാണാൻ സാധിക്കും. മൻ തഅല്ലമ ഇൽമൻ, ആരെങ്കിലും ഒരു ദീനി വിജ്ഞാനം നേടുന്നു, മിമ്മ യുബ്തഗ ബിഹി വജ്ഹുല്ലാഹ്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിക്കാൻ, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിക്കാൻ പല സ്ഥലത്തും കാണും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വർഗ്ഗത്തിൽ പോയി കിട്ടുന്ന ഏറ്റവും വലിയ അനുഭൂതി അള്ളാഹുവിൻ്റെ മുഖം കാണുക എന്നുള്ളതാണ്. അപ്പം അത് സ്വർഗം പ്രതിഫലം പ്രതീക്ഷിച്ച് അള്ളാഹിനെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിച്ച് ചെയ്യേണ്ടതായ ഒരു കർമ്മം ഒരാൾ പഠിക്കുന്നു. പക്ഷേ എന്തിനാണ് അവൻ പഠിക്കുന്നത്? ലാ യതഅല്ലമഹു ഇല്ലാ ലിയുസീബ ബിഹി അറദൻ മിനദ് ദുനിയ, ദുനിയാവിൻ്റെ ചില എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടാനല്ലാതെ അവനത് പഠിക്കുന്നില്ല. അള്ളാഹിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് പഠിക്കേണ്ട കാര്യമാണ് യഥാർത്ഥത്തിൽ. സയൻസോ ഇംഗ്ലീഷോ മാത്സോ ബിയോ ഇംഗ്ലീഷോ എക്കണോമിക്സോ ഒന്നുമല്ല, അള്ളാഹിൻ്റെ ദീനാണ് പഠിക്കുന്നത്. പക്ഷേ ഇവൻ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടല്ലാതെ എന്നല്ല, ഇല്ലാ ലിയുസീബ ബിഹി അറദൻ മിനദ് ദുനിയ, ദുനിയാവിൻ്റെ ചില കാര്യങ്ങളൊക്കെയാണ് കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലം യജിദ് അർഫൽ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വർഗ്ഗം കിട്ടൂല എന്നല്ല പറഞ്ഞ, സ്വർഗ്ഗത്തിൻ്റെ പരിമളം തന്നെ ലഭിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് ഫضലുകൾ നമ്മൾ ഇൽമിൻ്റെ മജ്ലിസിന് ഇൽമു പഠിക്കുന്നവർക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ അതിനൊക്കെ ഈ ഒരു കാര്യം ബാധ്യതയാണ്. കാരണം ഈ ഹദീസ് എല്ലായിടത്തും ബാധകമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ആർക്കെങ്കിലും അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ വിജ്ഞാനം നൽകും. പക്ഷേ അവൻ ഈ നീയത്ത് ശരിയാക്കിയിട്ടില്ല എങ്കിൽ ഇവിടെ ലം യജിദ് അർഫൽ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വർഗ്ഗത്തിൻ്റെ പരിമളം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല എന്നാണ്. അല്ലാഹു നമ്മുടെ നീയത്തുകൾ നന്നാക്കി തരുമാറാകട്ടെ.